പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 32-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. ലോനപ്പനും കുടുംബവും ശനിയാഴ്ച വൈകിട്ട് 8 മണിയോടെ ചെറിയാച്ചൻ്റെ വീട്ടിലെത്തി. മാനന്തവാടിയിലും പനമരത്തും കൽപ്പറ്റയിലുമൊക്കെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും പുല്ലാങ്കുളം ഭാഗത്തേക്കൊക്കെ ആദ്യമായി വരികയാണ്. വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് പ്രദേശങ്ങളൊന്നും കാണാനും കഴിഞ്ഞില്ല. എന്നാലും വീടും പരിസരവും അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ടൗണിൻ്റെ യാതൊരു തിരക്കുകളുമില്ലാതെ ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ ജീവിക്കാം എന്നതാണ് ഏറ്റവും വലിയ ഗുണം. അമ്മമാർ രണ്ടും അടുക്കളയിലിരുന്ന് അണമുറിയാത്ത സംസാരമാണ്. ചെറിയാച്ചനും ലോനപ്പനും ഹാളിലിരുന്ന് അവരുടേതായ ലോകം സൃഷ്ടിക്കുന്നു. റിൻസിയും എലിസബത്തും 1-ാം നിലയിലെ റിൻസിയുടെ മുറിയിലും. ആകെ കമ്പനിയില്ലാത്തത് റിജുവിനും ജിൻസിനുമാണ്. പ്രായത്തിലെ അന്തരം പരിഗണിക്കാതെ അവർ രണ്ടുപേരും മുറ്റത്തിരുന്നും എന്തൊക്കെയോ സംസാരിച്ചു. റിൻസിക്കും എലിസബത്തിനും കാര്യമായി ഒന്നും സംസാരിക്കാൻ കാണില്ല എന്ന് അമ്മമാർ വിചാരിച്ചു. അതിന് കാരണം അവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരും എന്നും തമ്മിൽ കാണുന്നവരുമാണല്ലോ എന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് പുതിയതായി ഒന്നും പറയാനുണ്ടായിരിക്കില്ല എന്നാണ് അമ്മമാർ വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു സംഭവം. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കൂട്ടുകാരനെ കിട്ടിയല്ലോ. അവനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിൻസിയോട് പറയണമായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ കൂടി തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയ ഒരു സാഹചര്യമാണിത്. അത് അവൾ മുതലാക്കാതിരിക്കുമോ? അവൾ ആര് മുതൽ? റിൻസി, അനീഷിന് എന്തൊരു നിറമാണെന്നറിയാമോ? കണ്ടാൽ ആരും കൊതിക്കുമെടി. അത്ര നല്ല പെരുമാറ്റവും. പിന്നെ ഒരല്പം കൊതിച്ചിയായ ഞാൻ എങ്ങനെ കൊതിക്കാതിരിക്കും? എത്ര ബുദ്ധിമുട്ടിയാലും അവനെ വളച്ച് വരുതിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കഴിയുമെങ്കിൽ അവൻ്റെ കൂടെ ഒരു ടൂറും പോകണം. വരുന്ന വർഷമൊന്നുമല്ല, കഴിയുമെങ്കിൽ ഇക്കൊല്ലം തന്നെ. എന്നാലേ ഈ എലിസബത്തിന് ഒരു സമാധാനമാവുകയുള്ളൂ. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന അരുൺ എവിടെ പോയാവൂ? കഴിഞ്ഞ കൊല്ലം എപ്പോൾ കണ്ടാലും ഇവൾ അരുണിനെപ്പറ്റിയായിരുന്നു പൊക്കിപ്പറയുന്നത്. അവൻ്റെ നിറം, മണം, ഗുണം എല്ലാം. തനിക്കത് അത്ര വലിയ താല്പര്യമുള്ള വിഷയമല്ല എന്നവൾക്കറിയാമെങ്കിലും നിർബന്ധിച്ച് ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നതിന് പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കുമോ? എൽസേ, അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന അരുൺ എവിടെ പോയി? അവനുമൊത്തല്ലേ നിങ്ങൾ മൈസൂരിൽ ടൂർ പോയത്? ഇക്കൊല്ലം അവനെ ഉപേക്ഷിച്ചോ? അതോ അവൻ നിന്നെ ഉപേക്ഷിച്ചു പോയോ? അല്ലായിരുന്നെങ്കിൽ പിന്നെ പുതിയൊരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈ അനീഷ് കഴിഞ്ഞ വർഷവും ഇതേപോലെ കോഴിക്കോട് നിന്നും ബത്തേരിയിൽ വന്ന് പഠിച്ചുകൊണ്ടിരുന്നതല്ലേ? എലിസബത്തിനെ അങ്ങനെ ആരും ഉപേക്ഷിച്ചു പോകാൻ ഇവൾ സമ്മതിക്കില്ല. ഇവൾക്കറിയാം ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്ന്. അത് കൃത്യമായി അവർക്ക് കൊടുക്കാനും ഇവൾക്കറിയാം. വേണ്ടത് കൃത്യമായ അളവിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ആരും എലിസബത്തിനെ ഇട്ടെറിഞ്ഞു പോവുകയില്ല. അരുൺ എന്നെ ഉപേക്ഷിച്ചതല്ലെന്നീ. തൽക്കാലത്തേക്ക് ഞാൻ അരുണിനെ ഉപേക്ഷിച്ചതാ. അവന് പഠനത്തിൽ ശ്രദ്ധിക്കണം പോലും. എൻ്റെ കൂടെ ഇങ്ങനെ ടൂർ അടിച്ച് നടന്നാൽ ഒന്നും കാര്യം നടക്കില്ല എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു പോലും. അവൻ അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോലും. ഇനി ഇങ്ങനെ വീട്ടിൽ പറയാതെ ടൂറ് പോവുകയില്ല എന്നും ഒരു കാരണവശാലും മരുന്നടിക്കുകയോ മറ്റൊന്നും ചെയ്യുകയില്ല എന്നും. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല എന്നാണ് അവൻ്റെ തത്വശാസ്ത്രം. അത് ശരിയായിരിക്കാം, അവനെ സംബന്ധിച്ചിടത്തോളം മാത്രം. എലിസബത്തിന് അതൊന്നും പ്രശ്നമല്ല. ഇവളേതായാലും നന്നാവാനുള്ള പോക്കാണെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഇങ്ങനെ നാട് നീളെ നടന്നാൽ അവസാനം നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ ഇവൾക്ക് കഴിയുമോ? എന്നെയൊക്കെ എൻ്റെ അമ്മ വളർത്തിയത്
നല്ലൊരു കുടുംബജീവിതം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങാനാണ്. അങ്ങനെയാണ് അവർ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നത്. അവൻ പറയുന്നതും ശരിയല്ലേടി? അവൻ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് തന്നെയല്ലേ? മനുഷ്യജീവിതത്തിൽ ഏറ്റവും അധികം വില കൽപ്പിക്കേണ്ട ഒരാളാണ് അമ്മ. അവന് നിന്നോളമൊന്നും സാമ്പത്തിക സ്ഥിതിയില്ല, നിന്റെ ചിന്താഗതിയുമല്ല. അപ്പോൾ അവൻ അവൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അതുപടി അംഗീകരിച്ചെങ്കിൽ അതിന് അവനെ തെറ്റു പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ചിന്താഗതിയും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. അമ്മമാർ നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രമേ പറയൂ, തൽക്കാല ഗുണത്തിനു വേണ്ടിയല്ല, ദീർഘകാല ഗുണത്തിനു വേണ്ടി. ഇവിടെ ഇപ്പോൾ തൽക്കാലത്തെ ഗുണം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ദീർഘകാലത്തെ ഗുണം? കുറേ അകലെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ അടുത്തുള്ളതല്ലേ പ്രധാനമായും ആസ്വദിക്കേണ്ടത്. അകലെ അങ്ങനെ പലതും കാണും, ഉണ്ടെന്ന് പറയാനും പലരും കാണും. പക്ഷേ ഇവിടെ അടുത്തുള്ളത് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ മെല്ലെ മെല്ലെ അകലേക്ക് പോകേണ്ടത്. നിന്റെ പോലത്തെ പഴഞ്ചൻ ചിന്താഗതി തന്നെയാണ് അരുണിനും. അവൻ എങ്ങനെയോ പെട്ടുപിഴച്ച് ഒരു കൊല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം അവൻ മരുന്നടിക്കുന്നതിൻ്റെയുമൊക്കെ സുഖം അനുഭവിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഒരിക്കൽ ആ സുഖം അനുഭവിച്ചാൽ അവൻ പിന്നെ അതിൽ നിന്ന് വിട്ടുപോകേണ്ടതല്ല. പക്ഷേ ഇവൻ്റെ കാര്യത്തിലെന്തോ അങ്ങനെയല്ല സംഭവിച്ചത്. എന്തു ചെയ്യാം? അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ഒരാളെ കണ്ടുപിടിക്കേണ്ടി വന്നു. അതും ഒരു തരത്തിൽ ഗുണം തന്നെയാണേ. എൻ്റെ ചിന്താഗതി അല്പം പഴഞ്ചൻ ചിന്താഗതി തന്നെയാണ് മോളെ. അതിനൊരു കുറവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. നിന്നെപ്പോലെയുള്ള ആധുനിക ചിന്താഗതിക്കാരിയാകാൻ എനിക്ക് താല്പര്യവുമില്ല. അതിൻ്റെ ഗുണത്തെപ്പറ്റിയോ അതിൻ്റെ സുഖത്തെപ്പറ്റിയോ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലോട്ട് വീഴാനും പോകുന്നില്ല. അതിനൊക്കെ ചാഞ്ചാടി നിൽക്കുന്നവരെ കിട്ടും. നിനക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോടി. പുതിയ ഒരാളെ കൂടി അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? അരുണാണെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവായി പോയിട്ടുമില്ല. നേരത്തെ ഒന്നുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടല്ലേ ആയത്. നിന്റെ ചിന്താഗതിക്ക് അത് കൂടുതൽ നല്ലതാണല്ലോ, കൂടുതൽ ലാഭവുമാണ്. ഇനി ഒരാളില്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും അടുത്ത ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാമല്ലോ. ഒരാളും ഇല്ലെങ്കിലും അടുത്ത ആളെ കണ്ടുപിടിക്കാനുള്ള കഴിവും നിനക്കുണ്ട്. അതുകൊണ്ട് എത്ര പേര് പോയാലും നിനക്കൊരു പ്രശ്നവുമില്ലല്ലോ. നീ ആരാ മോള്? ഇവള് തന്നെ ആക്കി പറയുന്നതാണോ? പിന്നെയും ഇവള് പഴഞ്ചൻ ചിന്താഗതിയുമായി തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ലല്ലോ. ഇത്രയും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടും ഇവളെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താനൊരു പരാജയമായി പോകും. അത് താങ്ങാൻ തനിക്ക് കഴിയുമോ? എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ റിൻസി. എല്ലാ കാര്യങ്ങളും കുറച്ചറിഞ്ഞിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ ഇനി ഒരു സാഹചര്യത്തിൽ ഓരോന്നിൻ്റെയും ഗുണദോഷങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായി വിവേചിച്ച് അറിയാൻ ഒക്കുകയുള്ളൂ. അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ആധികാരികമായി പറയാൻ കഴിയും? കഴിയില്ല. അതുകൊണ്ട് കഴിയുന്നത്ര കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് തന്നെ അറിയണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ മരുന്നിനെക്കുറിച്ചോ ആൺകുട്ടികളുടെ കൂടെ ടൂർ പോകുന്നതിനെക്കുറിച്ചോ ഒക്കെ ആധികാരികമായ ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ തീർച്ചയായും നമുക്കറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം? ഞാൻ അത്രയും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീയും കൂടെ എൻ്റെ കൂടെ വന്നാൽ കുറേ കൂടി നന്നായി. ഇക്കാര്യത്തിന് വേണ്ടിയാണ് വിശദമായി ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത് എന്ന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. റിൻസിക്ക് അതുകൊണ്ടത് കേട്ടപ്പോൾ പ്രത്യേകമായി ഒന്നും തോന്നിയില്ല. എന്തു തന്നെ പറഞ്ഞാലും പ്രലോഭിപ്പിച്ചാലും ആ ഒരു കാര്യത്തിന് പോകാൻ തനിക്ക് കഴിയില്ല എന്നാണ് റിൻസി ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നത്. അതുതന്നെ ലേശം മയപ്പെടുത്തി പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ചിന്താഗതിക്ക് ഞാനില്ല താനും. എൻ്റെ താല്പര്യങ്ങൾ ആ വഴിക്കൊന്നുമല്ല. വീടിനെ ഒഴിവാക്കി ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ ഒരു കാരണവശാലും എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു സുഖം എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും നമുക്കത് ലഭിക്കാവുന്നതേയുള്ളൂ.
കിട്ടുമ്പോൾ മതിയല്ലോ. പിന്നെ അതിനായി കുറച്ച് കാത്തിരുന്നാൽ എന്താ കുഴപ്പം? ഒന്നിനും തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷമിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുമെന്ന് നീ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഏറ്റവും ഗുണകരവും ഏറ്റവും ആസ്വാദ്യകരവും. അപ്പോഴേക്കും അത്താഴം കഴിക്കാൻ എത്തിച്ചേരാനുള്ള വിളി അക്കാമ്മയിൽ നിന്നും ഉണ്ടായി. അത് എന്തിനുള്ളതാണ് എന്ന് എലിസബത്തിന് മനസ്സിലായില്ലെങ്കിലും റിൻസിക്ക് മനസ്സിലായി. റിൻസി എലിസബത്തിനെയും കൂട്ടി ഊണുമുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ എലിസബത്തും റിൻസിയും സഹായിച്ചു. റിൻസി തന്നെയാണ് ജിൻസിന് ഭക്ഷണം വിളമ്പി കൊടുത്തത്. അവൾക്കതിലൊരു പ്രത്യേകതയും തോന്നിയില്ല. കൂട്ടുകാരിയുടെ ചേട്ടനല്ലേ, ഇവിടെ വന്നപ്പോൾ താൻ വിളമ്പിക്കൊടുക്കേണ്ടതല്ലേ? അത് തന്ത്രപരമായി ചെറിയാച്ചൻ ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. ഭക്ഷണം വിളമ്പാൻ അക്കാമ്മ അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും അക്കാമ്മയെ എന്തോ ആവശ്യത്തിന് തിരിച്ചു വിളിച്ചു. അവിടെ തന്നെ ഉണ്ടായിരുന്ന റിൻസി അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്തു. വിഭവസമൃദ്ധമായ ഭക്ഷണം എല്ലാവർക്കും വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. പലതരം വിഭവങ്ങൾ അക്കാമ്മ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അച്ചായന്മാരല്ലേ, മാംസവിഭവങ്ങൾ കഴിഞ്ഞല്ലേ ബാക്കി ഏതും. കറികളും വറുത്തതുമൊക്കെയായി ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആവശ്യത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിൽ അക്കാമ്മയും റിൻസിയും കാണിച്ച താല്പര്യം എല്ലാവരെയും സന്തോഷിപ്പിച്ചു. കോഴിക്കോട് ചെന്നപ്പോൾ റീത്താമ്മയും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു. അവിടെ പക്ഷേ വേലക്കാരിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഭക്ഷണമേശയിലേക്ക് അവരാരും എത്തി നോക്കിയിരുന്നില്ല. ഊണിന് ശേഷം ഹാളിലിരുന്ന് എല്ലാവരും നാടിനെയും തങ്ങളെയും ബാധിക്കാവുന്ന പൊതുകാര്യങ്ങൾ കുറേ സംസാരിച്ചു. പിറ്റേന്ന് മാനന്തവാടിക്ക് കെട്ടിടം നോക്കാൻ പോകേണ്ട സമയവും തീരുമാനിച്ചു. ആരൊക്കെയാണ് പോകേണ്ടത് എന്നും എപ്പോഴാണ് ഇവിടെ നിന്നും പുറപ്പെടേണ്ടത് എന്നും കൃത്യമായി തീരുമാനമെടുത്തതിന് ശേഷം ഓരോരുത്തരും അവരവരുടെ കിടപ്പുമുറികളിലേക്ക് പോയി. റിൻസിയും എലിസബത്തും റിൻസിയുടെ മുറിയിലേക്കാണ് വന്നത്. എന്തൊക്കെയോ റിൻസിയിൽ നിന്നും അടിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് എലിസബത്തിന്. ഒരേ കട്ടിലിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എലിസബത്ത് റിൻസിയോട് ചോദിച്ചു, അല്ല റിൻസി, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നിനക്ക് ഇതുവരെയും ഒരു ആൺകുട്ടിയോടും പ്രത്യേകം അടുപ്പം തോന്നിയിട്ടില്ലേ? ഇല്ലെങ്കിൽ നിനക്കെന്തോ കുറവുണ്ട് കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ നീ അത് എന്നോട് പറഞ്ഞു. ഞാനത് ആരോടും പറയാനും പോകുന്നില്ല. ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്നതാണ് അങ്ങനെയൊക്കെ. അതൊരു കുറ്റമാണെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. ഇനി എന്നോട് പറയാൻ വിശ്വാസമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിന്നെപ്പറ്റി ഒട്ടും എനിക്കറിയാതെ ഒന്നുമില്ല. അല്പമൊക്കെ നിൻ്റെ മനസ്സിലിരിപ്പിനെപ്പറ്റി എനിക്കും അറിയാം. ഇവൾക്ക് തൻ്റെ കാര്യം എന്തറിയാമെന്നാണോ പറഞ്ഞു വരുന്നത്? ഏതെങ്കിലും കാരണവശാൽ തനിക്ക് സോജനോടുള്ള അടുപ്പത്തെപ്പറ്റി എന്തെങ്കിലും വിവരം ഇവൾക്ക് കിട്ടിക്കാണുമോ? ക്ലാസ്സിലൊന്നും കയറാതെ ചുറ്റിച്ചിരിഞ്ഞ് നടക്കുന്നവളല്ലേ. പലരെയും കാണാനും സംസാരിക്കാനും കഴിയുമല്ലോ. അപ്പോൾ ആരിൽ നിന്നെങ്കിലും എപ്പോഴെങ്കിലും ചിലപ്പോൾ വിവരം കിട്ടിക്കാണും. എന്നെപ്പറ്റി എന്ത് വിവരം അറിയാമെന്നാണ് പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിവരങ്ങൾ അറിയൂ. വെറുതെ എന്തെങ്കിലും പറയല്ലേ എൽസേ. അത് ഞാനങ്ങ് സമ്മതിച്ചു തരും എന്ന് നീ വിചാരിക്കുകയേ വേണ്ട. ഇതുവരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല എന്ന് പറയുന്നുമില്ല. ഇവൾ ഒരു തരത്തിലും അടുക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും തനിക്ക് സംശയം തോന്നിയ വിവരം നേരിട്ട് തന്നെ അങ്ങ് ചോദിക്കാം. അപ്പോൾ ഇവളുടെ ഭാവം അറിയാമല്ലോ. ആ ജ്വല്ലറിയിലെ ചെറുക്കനും നീയും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയല്ലോ. അവൻ്റെ പേരറിയില്ല, അവൻ സുന്ദരനാണ്, അതെനിക്കറിയാം. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ച് ചായ കുടിക്കാൻ കയറുന്നത്. അതിലൊരു തെറ്റുമില്ല കേട്ടോ. അത്രയും കൊണ്ട് മാത്രം എന്ത് ആകാനാ? അത്രയുമാണ് എലിസബത്ത് പറഞ്ഞതെങ്കിലും റിൻസി ശരിക്കും ഞെട്ടിപ്പോയി. ആർക്കും അറിയില്ല എന്ന് വിചാരിച്ച് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച കാര്യമല്ലേ അത്. ആ കാര്യം വളരെ വ്യക്തമായി ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകാതിരിക്കുമോ? അതാണ് റിൻസിക്ക് അപ്പോൾ ഉണ്ടായത്. റിൻസി തൻ്റെ വരുതിക്ക് വരാത്ത വാശിക്ക് എൽസ വല്ല പാരയും പണിയുമോ? അത് പാവം റിൻസിയും സോജനും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമാവുകയും ചെയ്യും.
അവൾ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലേ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്ക്. പരമാവധി ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലത്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും, സാധാരണ പോലെ ഉച്ചയ്ക്ക് 2:30 തന്നെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കേ.